നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് പേബസാർ കൊണ്ടിയാറ വീട്ടിൽ ഷാജിയാണ് അറസ്റ്റിലായത്. ഞെള്ളൂർ വെണ്ടോർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ പിൻവാങ്ങിയതാണ് പാലം നിർമ്മാണം നിലയ്ക്കാൻ കാരണം. വെള്ളം ലഭിക്കാതെ അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ താറാവ് തീറ്റയ്ക്കായി വെള്ളം കയറ്റി നിർത്തുന്നതായി ആക്ഷേപം. ഏകാദശി നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. മുണ്ടൂർ ആറമ്പിള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 100ഓളം വാഴകൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. തെക്കുംകരം ദേശം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, സെക്രട്ടറി PK രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 17-നാണ് മച്ചാട് മാമാങ്കം. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് കാറും ബൈക്കും ഇടിച്ചുകയറി 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ഷൊർണൂർ എളനാട് റൂട്ടിലോടുന്ന ജ്യോതിസ് ബസ്സും കാറുമാണ് കൂട്ടിയിടിച്ചത്. മുണ്ടൂർ മെഡിക്കൽ കോളേജ് റോഡിലെ ദീപ്തി നഗറിൽ റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി. മുണ്ടൂർ യൂണിക് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണം നടത്തിയത്. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചു. കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണം. ചെറുകുന്ന് വാക്കാട്ടുകാവ് കലിക്കൽ ക്ഷേത്രത്തിലെ 28 ശാൽ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പ്രതികൾ അറസ്റ്റിലായി. കൊടകര കാരൂർ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ നിധിൻ, വാഴവളപ്പിൽ വീട്ടിൽ ജിതേഷ്, പയ്യപ്പള്ളി വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 172ാമത് സൗജന്യ നേത്ര പരിശോധന തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. വിയ്യൂർ മണലാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരും അരുൺ വാര്യരും പ്രാമാണികത്വം വഹിച്ചു. ചാലക്കുടി കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ മുന്നോടിയായി വിവിധ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗം ചേർന്നു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഈ മാസം 21-നാണ് താലപ്പൊലി. കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KI അബ്ദുൾ അസീസ് കൊടിയേറ്റി. ശനിയാഴ്ചയാണ് ചന്ദനക്കുടം നേർച്ച. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ കേപ്പിംഗ് സെറമണി നടന്നു. പ്രധാന അധ്യാപിക KS ജെൻസി കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയായി. 50 ലക്ഷം ചെലവിൽ പൈപ്പ് സ്ഥാപിച്ച് പാലാമ്പ്രയിലെ സംഭരണിയിൽ വെള്ളമെത്തിച്ചാണ് പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയാക്കിയത്. മുറ്റിച്ചൂർ ALP സ്കൂൾ വാർഷികം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ മുഖ്യാതിഥിയായി. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാനയ്ക്ക് തൃശൂരിൽ തുടക്കമായി. 4 വേദികളിലായി 22 വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ 600-ൽ പരം പ്രതിഭകളാണ് മത്സരിക്കുന്നത്. കേരളോർമ കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷൻ തയ്യാറാക്കിയ വിന്റേജ് വിക്ടേഴ്സ് സുവനീറിന്റെ ഔപചാരിക പ്രകാശനം നാളെ നടക്കും. കേരളോർമ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യസഭാ MP PP സുനീർ മുഖ്യാതിഥിയാകും. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സംസ്ഥാന വ്യാപകമായി ഈ മാസം 17-ന് പ്രതിഷേധം സംഘടിപ്പിക്കും. സാംസ്കാരിക വകുപ്പ് നൽകിവരുന്ന കലാകാര പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം.
തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ദേശീയ അമേച്വർ നാടകോത്സവവും കലാസാധക സംഗമവും ഈ മാസം 15, 16, 17, 18 തീയതികളിൽ നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വിഭാഗങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പട്ടികജാതി മോർച്ച വ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഈ മാസം 16, 17, 18 തീയതികളിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കും. നാടകനടി കലാലയം രാധ അന്തരിച്ചു. അന്തരിച്ച നാടക കലാകാരൻ ജോസ് പായമലിന്റെ ഭാര്യയാണ് കലാലയം രാധ. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു തൈക്കാടൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ലീഡർ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചു. പുന്നിയൂർക്കുളത്ത് നടന്ന ചടങ്ങിൽ ലീഡർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ പി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പി ഭാസ്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പരിശീലനം പൂർത്തിയാക്കിയ 132 കേഡറ്റുകളാണ് പങ്കെടുത്തത്. വി ആർ സുനിൽകുമാർ MLA സല്യൂട്ട് സ്വീകരിച്ചു. കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടകര പന്തല്ലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ഈ മാസം 14 മുതൽ 16 വരെ നടക്കും. 16 പുലർച്ചെ ബലിതർപ്പണം നടക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു.